أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1428 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിന്റെ പഠനം ആരംഭിക്കുകയാണ് നമ്മളിന്ന്. സൂറത്തു സജ്ദയുടെ പഠനം പൂർത്തീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഒരു 2-3 വിഷയങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സെഷന്റെ അവസാനത്തിൽ
ഞാനത് വളരെ സംക്ഷിപ്തമായിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിന്റെ ഈ ചരിത്ര പശ്ചാത്തലം ഭാഗികമായിട്ടൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വളരെയേറെ വിശദാംശങ്ങളോടുകൂടി ശ്രദ്ധാപൂർവം പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. വളരെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെയും ഇസ്ലാമിന്റെ ആദ്യകാല ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവ വികാസങ്ങളുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഈ സൂറത്തിന്റെ പഠനത്തിന് അനിവാര്യമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാം. ഈ സൂറത്തിന്റെ പേര് അൽ അഹ്സാബ് എന്നാണ്. സൂറത്തുൽ അഹ്സാബ്. ഹിസ്ബ് എന്നതിന്റെ ബഹുവചനമാണ് അഹ്സാബ്. ഹിസ്ബുള്ള എന്ന പേരിലൊരു സംഘടന പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫലസ്തീൻ പശ്ചാത്തലത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കും. ഹിസ്ബ് എന്ന് പറഞ്ഞ സംഘം എന്നാണ് അർത്ഥം. കക്ഷി, സംഘം എന്നൊക്കെയാണ്. അപ്പോ അഹ്സാബ് എന്നത് അതിന്റെ ബഹുവചനാണ്. കക്ഷികൾ, സംഘങ്ങൾ എന്നൊക്കെയാണ് അതിന്റെ സൂചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ മദീനയില് ഹിജ്റ 5-ാം വർഷത്തിലാണ് ഇസ്ലാമിന്റെ വ്യത്യസ്തങ്ങളായ ശത്രുക്കള്, ഇസ്ലാമിനോട് ശത്രുത പുലർത്തിയിരുന്ന മക്കയിലെ വിരോധികളും മദീനയിലെ യഹൂദരും മുനാഫിഖുകളും അതുപോലെ ഇവരെ പിന്തുണക്കുന്ന ഗോത്രങ്ങളും ഒക്കെ ചേർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും എതിരിൽ ഒരു വലിയ സൈനിക നീക്കം നടത്തുന്നത്. ഒരുപക്ഷെ അതുവരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾബലത്തോടു കൂടി ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വലിയൊരു സൈനിക സന്നാഹം തന്നെ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലിന് വേണ്ടി ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ വിഭാഗങ്ങളും കൈകോർത്തുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ്, ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറുഭാഗത്ത് ഇസ്ലാമിന്റെ വിവിധങ്ങളായ ശത്രുക്കൾ. എല്ലാവരും കൈകോർത്ത് അവര് ഉപജാപം ചെയ്ത് അവര് കൂടിയാലോചനയും ഗൂഢാലോചനയും ഒക്കെ നടത്തി വലിയൊരു സൈനിക ശക്തിയായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുണ്ടായിരുന്ന ആ ഇസ്ലാമിക സമൂഹത്തെ അങ്ങ് തുടച്ചു നീക്കിക്കളയാം എന്ന നിലക്ക് വന്ന ഒരു സംഭവമാണ്. അപ്പോ സഖ്യകക്ഷികൾ എന്നൊക്കെ മലയാളത്തിൽ പലപ്പോഴും ഈ അൽ അഹ്സാബ് എന്ന വാക്കിന് വിവർത്തനം ചെയ്തിട്ട് ഈ സൂറത്തിന്റെ പേരായിട്ട് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. കൂട്ടായ്മയുടെ ഫലമായി ഒരു കൈകോർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അവർ നടത്തിയിരുന്നത് എന്ന സൂചന. അപ്പോ വേണമെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷിൽ കോൺഫെഡറേറ്റ്സ് അല്ലെങ്കിൽ മലയാളത്തില് സഖ്യകക്ഷികൾ എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഒരു ആശയമാണ് ഈ വാക്ക് തരുന്നത്. അപ്പോ അഹ്സാബ് എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അൽ അഹ്സാബ്. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഖന്തഖ് എന്നാണത്. ഖന്തഖ് എന്ന് പറഞ്ഞാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. കിടങ്ങുണ്ടാക്കിയിട്ട് പ്രതിരോധം ഏർപ്പെടുത്തുക എന്ന ഒരു യുദ്ധതന്ത്രം വളരെ ഫലപ്രദമായി നടപ്പിലാക്കപ്പെട്ട ഒരു സൈനിക ഏറ്റുമുട്ടലായിരുന്നു ആ സംഗതി. അപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും തന്നെ കൈകോർത്തുകൊണ്ട് ഒരുപാട് ഗോത്രങ്ങളും മക്കയിലെ വിരോധികളും പിന്നെ മദീനയിലെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കഴിഞ്ഞിരുന്ന കപടവിശ്വാസികളും മുസ്ലിങ്ങളുമായി സന്ധിയിലായിരുന്ന യഹൂദ ഗോത്രങ്ങളും ഒക്കെ കൈകോർത്തുകൊണ്ട് തീർത്തു കളയാം എന്ന നിലക്ക് ഇറങ്ങി പുറപ്പെട്ടു വന്ന ഒരു യുദ്ധമാണ്. ആ നിലക്ക് അൽ അഹ്സാബ് എന്ന പേരിലും ഈ യുദ്ധം അറിയപ്പെടുന്നുണ്ട്. ഖന്തഖ് എന്നത് അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് സ്വീകരിക്കപ്പെട്ട ഒരു യുദ്ധതന്ത്രം, ഒരു സ്ട്രാറ്റജി, പ്രതിരോധത്തിനായിട്ട് നടപ്പിലാക്കപ്പെട്ട ഒരു തന്ത്രം
ആ തന്ത്രത്തിനെ പരാമർശിച്ചുകൊണ്ടാണ് ഖന്തഖ് എന്ന യുദ്ധത്തിന് പറയാറുള്ളത്. ഈ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെയും തന്നെ കൈകോർത്തുകൊണ്ട് രംഗത്ത് വന്ന സഖ്യകക്ഷികളുടെ യുദ്ധം അല്ലെങ്കിൽ അവരുമായുള്ള യുദ്ധം എന്ന അർത്ഥത്തില് ഇത് അൽ അഹ്സാബ് എന്ന പേരിലും ഈ യുദ്ധം അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഈ സൂറത്തിന്റെ പേര് വരുന്നത് ഇതിലെ 20-ാമത്തെ ആയത്തിലാണ്. ആയത്തിലുള്ള ഒരു പരാമർശത്തിൽ നിന്നാണ്. 20-ാമത്തെ ആയത്തിൽ യഹ്സബൂന അൽ അഹ്സാബ ലം യദ്ഹബു എന്ന് തുടങ്ങുന്നത് കാണാൻ കഴിയും. ആ ആയത്തിൽ അൽ അഹ്സാബ് എന്ന വാക്കാണ് ഈ സൂറത്തിന്റെ പേരായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. മദനീയ ആണ്, സൂറ മദനീയ ആണ് ഇത്. സൂറത്തുൽ ബഖറ, അതുപോലെ സൂറത്തു ആലി ഇമ്രാൻ പോലെയുള്ള മദീനയിൽ അവതരിച്ച സൂറത്തുകളുടെ കൂട്ടത്തിലാണ് ഈ അൽ അഹ്സാബ് സംശയലേശമന്യേ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില വിഷയങ്ങള് ഈ സൂറത്ത് മദീനയിൽ അല്ലാതെ ഒരു കാരണവശാലും അവതരിച്ചിട്ടുണ്ടാവുകയില്ല എന്നത്, മദീനയിൽ തന്നെയാണ് അവതരിച്ചിട്ടുള്ളത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. 73 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. മദീനയിലാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. ഇതിലെ 20-ാമത്തെ ആയത്തില് വരുന്ന പദം അൽ അഹ്സാബ് ഈ സൂറത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടതാണ്. ഈ അൽ അഹ്സാബ് എന്നത് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന, പ്രതിപാദിക്കപ്പെടുന്ന മുഖ്യമായ വിഷയങ്ങളിൽ ഒന്നാണ്. അത് മാത്രമാണ് എന്ന് പറയാൻ വയ്യ, അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. അപ്പൊ ഒരു വിഷയം അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന നിലക്കും അതേപോലെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം എന്ന നിലക്കും ഒക്കെ ഈ പേര് അൽ അഹ്സാബ് എന്ന പേര് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഈ സൂറത്ത് അവതരിക്കുന്നത് ഈ ചരിത്രത്തില് ഈ അൽ അഹ്സാബ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ തുടർന്നാണ് എന്നത് വ്യക്തമാണ്. ഈ സംഭവം ഉണ്ടാവുന്നത്, ഈ അഹ്സാബ് യുദ്ധം ഉണ്ടാവുന്നത് ഹിജ്റ 5-ാം വർഷത്തിലാണ്. 3 സുപ്രധാനമായ സംഭവങ്ങൾ ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ 3 സംഭവങ്ങളുടെ ചരിത്ര ഘട്ടം അല്ലെങ്കിൽ സമയം എപ്പോഴായിരുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ ഈ സൂറത്തിന്റെ അവതരണം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നമുക്ക് ബോധ്യമാവും. മദീനയിലാണ് ഇത് അവതരിച്ചത്. മദീനയിൽ അവതരിച്ച സൂറത്തുകളാണ് സൂറത്തുൽ ബഖറയും ആലി ഇമ്രാനും ഒക്കെ തന്നെ. പക്ഷെ ആ ഘട്ടത്തിലല്ല, 2-ാം വർഷത്തിലാണ് ബദർ യുദ്ധം അരങ്ങേറുന്നത്. അതിനെ തുടർന്ന് 3-ാം വർഷത്തിലാണ്, ഹിജ്റ 3-ാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം സംഭവിക്കുന്നത്. അപ്പോ ഹിജ്റയ്ക്ക് ശേഷം 2-ാം വർഷത്തില് നമുക്ക് സൂറത്തുൽ ബഖറ അവതരിച്ചതായിട്ട് മനസ്സിലാക്കാൻ വേണ്ട ചില തെളിവുകൾ ആ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ സൂറത്തു ആലി ഇമ്രാനില് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഹിജ്റ 3-ാം വർഷം പിന്നിട്ട് തുടർന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായല്ലോ. ആ തിരിച്ചടിയെ തുടർന്ന് ഉള്ള മദീനയിലെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ അഹ്സാബിന്റെ അവതരണത്തിന് ചരിത്ര പശ്ചാത്തലം ഒരുക്കുന്നത്. ഈ സൂറത്തില് 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ പരാമർശിക്കപ്പെടുന്നു എന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തേത് ഈ പരാമർശിക്കപ്പെട്ട അഹ്സാബ് യുദ്ധം തന്നെയാണ്. ഈ സൂറത്തിന് ആ പേര് വരുന്ന വിധത്തിലുള്ള ആ യുദ്ധം, അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധത്തിന് ഖന്തഖ് യുദ്ധം എന്നും പേര് പറയാറുണ്ട് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചു. ഹിജ്റ 5-ാം വർഷം റമളാൻ പിന്നിട്ട ഉടനെ ശവ്വാൽ മാസത്തിലാണ് ഈ അഹ്സാബ് യുദ്ധം അരങ്ങേറുന്നത്.
അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ മനസ്സിലാക്കാം. ഹിജ്റ 5-ാം വർഷം എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു വർഷത്തിൽ ഏറെയുള്ള ഒരു സമയം പിന്നിട്ടതിന് ശേഷമാണ് ഈ യുദ്ധം അരങ്ങേറുന്നത്. ഹിജ്റ 5-ാം വർഷത്തില് ശവ്വാൽ മാസത്തില്, റമളാൻ കഴിഞ്ഞ് തൊട്ടടുത്ത മാസം. ഇതാണ് ഇതിലെ ഒന്നാമത്തെ മുഖ്യമായ വിഷയം. മറ്റൊന്ന്, ബനു ഖുറൈളക്കാരുമായുള്ള ഒരു യുദ്ധം. ബനു ഖുറൈള എന്നത് യഹൂദ ഗോത്രമാണ്. അവരുമായിട്ട് മുസ്ലിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ഉടനെ തന്നെ ഈ യഹൂദ ഗോത്രങ്ങളുമായിട്ടൊക്കെ കരാറിൽ ഏർപ്പെട്ടതാണ്. എന്നാൽ അവര് കരാറ് ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ സമൂഹത്തെ വളരെ പരസ്യമായി തന്നെ വഞ്ചിക്കുന്ന ഒരു സംഭവത്തിനെ തുടർന്നാണ് ഈ സംഭവം അരങ്ങേറുന്നത്, ബനു ഖുറൈളക്കാരുമായുള്ള യുദ്ധം. അത് അഹ്സാബ് യുദ്ധം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിട്ട് ശവ്വാലിലാണല്ലോ, ശവ്വാൽ കഴിഞ്ഞ് തൊട്ടടുത്ത മാസം ദുൽഖഅദ് മാസത്തിലാണ് ഈ ബനു ഖുറൈള ഗോത്രവുമായുള്ള യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോ ശവ്വാൽ മാസത്തില് അഹ്സാബ് യുദ്ധവും തൊട്ടടുത്ത മാസം ദുൽഖഅദ മാസത്തില്, പിന്നെ ആ വർഷത്തില് ദുൽഹിജ്ജ മാത്രമേ ഉള്ളൂ, അതോടെ ആ വർഷം കഴിയാണല്ലോ. അപ്പോ ബനു ഖുറൈളക്കാരുമായി ഉണ്ടാവുന്ന യുദ്ധം അഹ്സാബ് യുദ്ധത്തിന് തുടർന്നുള്ള തൊട്ടടുത്ത മാസത്തിലാണ്. വേറെ ഒരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വിവാഹം, അദ്ദേഹത്തിന്റെ ഒരു കസിൻ ആയിരുന്ന സൈനബ് ബിൻത് ജഹ്ഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അവര് വിവാഹമുക്തയായ ഘട്ടത്തില് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യാണ്. ആ സംഭവം കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള, ചില ആരോപണങ്ങളും അതുപോലെ ദൈവികമായി തന്നെ നൽകപ്പെട്ട ചില വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടി വന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുള്ള ഒരു വിവാഹമാണ് ഇത്. ഹിജ്റ 5-ാം വർഷം ഈ അഹ്സാബ് ബനു ഖുറൈളക്കാരുമായി നടന്ന യുദ്ധം നടന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം. ഇത് ഹിജ്റ 5-ാം വർഷം ദുൽഖഅദ മാസത്തിലാണ്. അപ്പൊ ഈ 3 ചരിത്ര സംഭവങ്ങൾ, ഒന്ന് അഹ്സാബ് യുദ്ധം ശവ്വാൽ മാസത്തില്, ബനു ഖുറൈളക്കാരുമായുള്ള യുദ്ധം അത് ഹിജ്റ 5-ാം വർഷം ദുൽഖഅദ മാസത്തില്, തൊട്ടടുത്ത മാസത്തിൽ തന്നെ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബ് ബിൻത് ജഹ്ഷുമായുള്ള വിവാഹം. അപ്പൊ ഈ 3 സംഗതികളാണ് ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ. അപ്പൊ ഈ 3 കാര്യങ്ങളും വ്യക്തമാക്കുന്ന സംഗതി, ന്യായമായിട്ടും ഈ സംഭവങ്ങൾ അരങ്ങേറിയതിനെ തുടർന്നുള്ള ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുക എന്നതാണ്. അതിന്റെ മുമ്പ് സംഭവിക്കാൻ സാധ്യതയില്ല. ഇവിടെ പരാമർശിക്കപ്പെട്ട 3 ചരിത്ര സംഭവങ്ങളും 2 മാസങ്ങൾക്കുള്ളിലാണ് ഉണ്ടാവുന്നത്, ശവ്വാലും ദുൽഖഅദയും. അപ്പൊ ഈ ഒരു പീരീഡിനെ തുടർന്നുള്ള ഘട്ടത്തിലാണ്, എന്ന് പറഞ്ഞാൽ ഹിജ്റ 5-ാം വർഷത്തിന്റെ അവസാനത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് എന്നത് നമുക്ക് ഇതിലെ ഉള്ളടക്കം വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത് എന്ന കാര്യത്തിൽ പറയത്തക്ക അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ആണ്, ഏത് പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത്, ഇതിലെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സംബന്ധിച്ചിടത്തോളം അതിന്റെ ആ ഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ ഈ സൂറത്തുമായി അതിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് മനസ്സിലാക്കാൻ ഉള്ളത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഹിജ്റ 3-ാം വർഷം നടന്ന
ഉഹദ് യുദ്ധത്തിനെ തുടർന്നുള്ള ഒരു വർഷക്കാലാണല്ലോ ഇത്. ഒരു വർഷവും ഏതാനും മാസങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഈ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഗ്ലാമറസ് ആയ വിജയം ഉണ്ടായില്ല പ്രത്യക്ഷത്തിൽ എന്നത് എല്ലാവർക്കും അറിയാം. ഒരു നിലക്ക് പറഞ്ഞാൽ അത് പരാജയം തന്നെയായിരുന്നു എന്നും വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം എന്ന നിലക്ക് ഉഹദിലെ ശത്രുക്കൾ പതിയിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു മലയിടുക്കുണ്ട്. ആ ഭാഗത്ത് ഒരു 50 അമ്പെയ്ത്തുകാരെ, ആർച്ചേഴ്സിനെ നിശ്ചയിച്ചിരുന്നു. അവിടെ കാവല് നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. നിർദ്ദേശം കിട്ടുന്ന ഘട്ടത്തിലല്ലാതെ അവിടുന്ന് ചലിച്ചു പോകരുത്, അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. ശത്രുക്കള് പിൻഭാഗത്തുകൂടി മുസ്ലിം സൈന്യത്തെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണത്. അവിടെ തന്നെ നിലയുറപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 19 പേരെ അവിടെ, അവരെ അമ്പെയ്ത്തുകാരാണ്, അവരെ അവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പൊ ശത്രുക്കൾ അഥവാ അതുവഴി വരികയാണെങ്കിൽ അമ്പെയ്ത് അവരെ അങ്ങോട്ട് വരാൻ സമ്മതിക്കാത്ത വിധത്തിൽ പ്രതിരോധിച്ച് നിൽക്കണം എന്നതാണ് അവർക്ക് നൽകപ്പെട്ടിരുന്ന നിർദ്ദേശം. ഉഹദ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തില് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി യുദ്ധത്തിന്റെ ഗതി ഉണ്ടായപ്പോ ശത്രുക്കള് വരണ്ട ഓടി ഒക്കെ ചെയ്തപ്പോ യുദ്ധക്കളത്തില് അവരുടെ പല വിലപിടിപ്പുള്ള സംഗതികളും, അവരുടെ വാഹനങ്ങളും, അതുപോലെ വേറെയും പല മൂല്യമുള്ള പലതും യുദ്ധം മുതലുകളായിട്ട് പിടിച്ചെടുക്കാവുന്ന വിധത്തില് ഉപേക്ഷിച്ചുകൊണ്ടാണ് അവര് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുന്നത്. അപ്പൊ ഈ ഒരു ഘട്ടത്തില് മുസ്ലിം സൈനികരിൽ പലരും ആ യുദ്ധ മുതലുകള് വാരിക്കൂട്ടുന്നതിനുള്ള ഒരു വ്യഗ്രതയിലായി. അത് കണ്ടുകൊണ്ട് ഈ മലയിടുക്കിന്റെ ഭാഗത്ത് കാവല് നിന്നിരുന്ന ആളുകള് യുദ്ധം അവസാനിച്ചു, ശത്രുക്കള് മുഴുവനായിട്ടും സ്ഥലം വിട്ടു, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലക്ക് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവര് ഈ യുദ്ധക്കളത്തിലേക്ക് ഈ യുദ്ധ മുതലുകളൊക്കെ വാരിക്കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ വരികയാണ്. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് പിൻഭാഗത്തുകൂടി കാവല് നിന്നിരുന്ന ഈ അമ്പെയ്ത്തുകാര് കാവല് നിന്നിരുന്ന ആ ഭാഗത്തുകൂടി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികളുടെ സൈനിക സംഘം മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുകയും മുസ്ലിങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ പോലും അപകടത്തിൽ പെടും എന്ന ഒരവസ്ഥയൊക്കെ സംജാതമാവുകയുണ്ടായിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ വേണ്ടി ആ ഘട്ടത്തിൽ രംഗത്തുണ്ടായത്. പലരും ചിതറി ഓടിപ്പോയി. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ചെറിയ വിധത്തിലുള്ള പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ വളരെ ത്യാഗോജ്വലമായ ധീരത കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ച ചില സഹാബിമാരൊക്കെ പ്രത്യേകം ചരിത്രത്തില് പേരെടുത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോവില്ല. ആ സംഭവം യഥാർത്ഥത്തില് മുസ്ലിങ്ങളുടെ ഉരുക്കുകോട്ട ഇടിച്ചു തകർക്കാൻ സാധിക്കും എന്ന ഒരു ധാരണ ശത്രുക്കളിൽ ഉണ്ടാവാൻ ഈ സംഭവം മുസ്ലിങ്ങൾക്ക് ഉഹദിലുണ്ടായ സെറ്റ് ബാക്ക്, തിരിച്ചടി അല്ലെങ്കിൽ പരാജയം കാരണമായിട്ടുണ്ട്. ഒരു മുസ്ലിങ്ങൾ ദുർബലമാണ്, അവരുടെ ഉരുക്കുകോട്ട ഇടിച്ചു തകർക്കാം, അവരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലേക്ക് ഇടിച്ചു കയറുകയും അവരെ പരാജയപ്പെടുത്തുകയൊക്കെ ചെയ്യാം എന്ന ഒരു തോന്നൽ അവരിൽ, ശത്രുക്കളിൽ, ഇസ്ലാമിന്റെ വിരോധികൾക്കിടയിൽ ഉണ്ടാവാൻ ഈ ഉഹദിലെ പരാജയം കാരണമായി എന്നതാണ് ഒരു വസ്തുത. അപ്പൊ ഈ ഉഹദിലെ പരാജയത്തിന് അല്ലെങ്കിൽ ഉഹദിലേറ്റ തിരിച്ചടി, അത് കാരണമായിട്ട് ശത്രുക്കളുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന മുസ്ലിങ്ങളെ കുറിച്ചുള്ള ചില ധാരണകള് അതിനെ തുടർന്നുള്ള വർഷത്തില് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് ശ്രദ്ധേയമായ ചില സംഭവങ്ങള് അതിനെ തുടർന്നുണ്ടായത്, ഒന്ന്
ദീന് പഠിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിക അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോത്രത്തലവനും സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 സഹാബിമാരെ അതിനുവേണ്ടി പറഞ്ഞയച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ അതൊരു ചതി ഒപ്പിച്ചതായിരുന്നു. ദീന് പഠിക്കാൻ വേണ്ടി 6 പേരെ വിട്ട് അവരെ കുറച്ച് ആളുകൾ അവർക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വഞ്ചിക്കുകയാണ് അയാൾ ചെയ്തിരുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ ഒരു ഇടത്തെത്തിയപ്പോ ആ ഗോത്രത്തിലെ ആളുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച സഹാബിമാരെ കൊന്നുകളഞ്ഞു. അവരിൽ 4 പേരെ കൊന്നുകളയുകയും 2 പേരെ പിടിച്ച് ബന്ദികളാക്കുകയൊക്കെ ചെയ്തു എന്നതൊക്കെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അതൊരു സംഭവമാണ്. മറ്റൊരു സംഭവത്തില് ഒരു ഗോത്രം ആവശ്യപ്പെട്ട പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഇതിനോട് അടുത്തൊരു സമയത്ത് തന്നെ ഒരു റിപ്പോർട്ട് പ്രകാരം 40 പേരെ, വേറെ റിപ്പോർട്ട് പ്രകാരം 70 പേരെ ആ ഗോത്രത്തിലെ ആളുകളെ ദീന് പഠിപ്പിക്കുന്ന ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതും ഒരു വലിയ ചതിയായിരുന്നു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ അങ്ങനെ സൗകര്യപൂർവ്വം തരപ്പെടുത്തി കൊണ്ടുപോയി കൊന്നുകളയാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരുക്കിയ ഒരു കെണിയായിരുന്നു അത് എന്നതാണ് പിന്നീട് വെളിപ്പെടുന്നത്. ആ 70 പേരെ അല്ലെങ്കിൽ 40 പേരെ അവരെ മുഴുവനായിട്ടും കൊന്നുകളയുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കള് ആ ഗോത്രത്തിലെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി നിന്നിരുന്ന ആളുകൾ ചെയ്തത് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഇതാണ് രണ്ടാമത്തെ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സംഭവം. ഇത് ഉഹുദ് യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാജയമായപ്പോ അവര് വളരെ ദുർബലരാണ്, അവരെ ഇനി എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്നൊരു ധാരണ ശത്രുക്കൾക്കിടയിൽ പരന്നതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാണ്. അതുപോലെ മറ്റൊരു സംഭവമാണ് ബനു നദീർ എന്ന യഹൂദ ഗോത്രം. അവര് തുടർച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചെയ്തിട്ടുള്ള കരാറ് നിരന്തരമായി ലംഘിക്കുകയായിരുന്നു. അതിനും അവർക്ക് പ്രേരണയായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ഉഹുദ് യുദ്ധത്തിലും മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായി. അതുകൊണ്ട് ഇനി അവരെ ഗൗനിക്കേണ്ടതില്ല, അവരെ തോൽപ്പിക്കുകയോ അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കരുനീക്കം നടത്താം എന്ന ഒരു ധാരണ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ബനു നളീർ ഗോത്രം ഇങ്ങനെ കരാറ് ലംഘനത്തിന്റെ ഒരു രീതി തുടരെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. മാത്രമല്ല ബനു നദീർക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കുന്നത് ഈ ഹിജ്റ 4-ാം വർഷത്തിലാണ്. ഉഹുദ് യുദ്ധത്തിനെ തുടർന്നുള്ള ആ ഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ. അതുപോലെ ഇത് കൂടാതെ ഒരു ഗഫാൻ വംശജർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോത്ര സമൂഹമാണ്. അവര് മദീനയെ പുറത്തുനിന്ന് മദീനയ്ക്ക് വെളിയിൽ താമസിക്കുന്ന ഒരു കൂട്ടർ. അവര് മദീനയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി ഒരുങ്ങി പുറപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അതിനെ നേരിടാൻ വേണ്ടിയുള്ള സന്നാഹങ്ങളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുറപ്പെടുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റുമുട്ടലൊന്നും നടന്നിട്ടില്ല ആ സംഭവം. എന്തായാലും ഈ വിധത്തിൽ മദീന വളരെ വൾണറബിൾ ആയി മാറി എന്നതാണ് ആ ഒരു വർഷത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഉഹുദിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ ദൗർബല്യം വെളിപ്പെട്ടു. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി പ്രയാസമില്ല എന്നൊരു തോന്നലുണ്ടായി. മുസ്ലിങ്ങളുടെ ഉരുക്കുകോട്ട അത്ര ഇൻവിൻസിബിൾ അല്ല, അത് തകർത്ത് കളയാനൊക്കെ പറ്റും എന്ന ഒരു ധാരണ ഉണ്ടായി. ഇതിനെ തുടർന്നുണ്ടായ വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ആ സാഹചര്യം, ഒരുപാട് പ്രതിസന്ധി ഭീഷണികളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ സാഹചര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യസാധാരണമായ ഒരു സൈനിക തന്ത്രജ്ഞന്റെ ആസൂത്രണ മികവും നിശ്ചയദാർഢ്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നേരിട്ടത് എന്നത് ചരിത്രം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ആ പരാജയത്തിന്റെ മേൽ പരാജയം വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. തിരിച്ചടിയുടെ മേൽ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതികളെ മറികടക്കുകയുണ്ടായത് എന്നത് വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഡിറ്റർമിൻഡ് ആയിട്ട്, വളരെ ധീരത കാണിച്ചുകൊണ്ട്, അതുപോലെ ആസൂത്രണ മികവും കാണിച്ചുകൊണ്ട്, ശത്രുവിന്റെ മുന്നിൽ ദുർബലനായിക്കൊണ്ട് നിലകൊള്ളുന്നതിന് പകരം കരുത്ത് വളരെയേറെ ഉള്ളവനായിക്കൊണ്ട് അത് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ തുടർന്ന് കാഴ്ചവെക്കുന്നത്. അപ്പോ ഈ ഈ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറികടക്കാൻ അദ്ദേഹത്തിന് കരുത്ത് പകർന്നത് സഹാബിമാരുടെ അർപ്പണബോധമാണ്. അവര് ജീവൻ ത്യജിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള സന്നദ്ധതയോടുകൂടി രംഗത്ത് വന്നു, ഉറച്ചു നിന്നു എന്നതൊക്കെയാണ് അതിന് കാരണമാവുന്നത്. അപ്പോ ഇത് കൂടാതെ ആ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന വേറെയും ചില സംഗതികൾ, സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. ചില മുശ്രിക്ക് ഗോത്രങ്ങള് മുസ്ലിങ്ങൾക്ക് അവരുമായി ചില സാമ്പത്തിക ഉപരോധം പോലെയുള്ള ചില നയങ്ങള് പിന്തുടർന്ന കാരണമായിട്ടുള്ള വളരെ ദുഷ്കരമായ ഒരു ജീവിത സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, എന്ന് പറഞ്ഞാൽ ഉഹദിന്റെ ക്ഷീണം കാരണമായി നമ്മൾ വളരെ ദുർബലരാണ് എന്നൊരു തോന്നല് ശത്രുക്കൾക്ക് ഉണ്ടാവുകയും അത് കാരണമായി അവര് നിരന്തരം മുസ്ലിങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളിലും ഏർപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണല്ലോ, നമ്മൾ ഒരിക്കലും വീണു പോയാൽ പിന്നെ അല്ലെങ്കിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കയറി അങ്ങ് നിറങ്ങാൻ പറ്റും എന്നൊരു തോന്നല് സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണ്. മനഃശാസ്ത്രപരമായിട്ട് യഥാർത്ഥത്തില് ആ കക്ഷി പരാജയം ഏറ്റുവാങ്ങിയ കക്ഷിക്ക് ചേർത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു ഇച്ഛാശക്തിയോ മനോദാർഢ്യതയോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ വളരെ വിസ്മയകരമായ ഒരു സംഭവം എന്ന നിലക്ക് അതിനെ മറികടക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഈ മറികടക്കലിന്റെ, അതായത് ഉഹദിനെ തുടർന്നുണ്ടായ വെല്ലുവിളികളുടെയും ഭീഷണികളുടെയും ഒക്കെ സാഹചര്യങ്ങളെ നേരിടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച നയം, നിലപാട്, അതുപോലെ തന്ത്രങ്ങള്, അദ്ദേഹത്തിന്റെ അനുയായികള് അതിൽ അദ്ദേഹത്തോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് അവര് കാണിച്ച ധീരോദാത്തമായ സമർപ്പണ ബോധം, അങ്ങനെയൊക്കെയുള്ള സംഗതി, ഇതിന്റെയൊക്കെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് യഥാർത്ഥത്തില് ഈ അഹ്സാബ് യുദ്ധം സംഭവിക്കുന്നത്. അത് ഹിജ്റ 5-ാം വർഷം, ഞാൻ സൂചിപ്പിച്ചു, ദുൽഖഅദ മാസത്തിലാണ് ഈ രണ്ട് സംഭവങ്ങൾ അരങ്ങേറുന്നത്. അപ്പോ ഈ അഹ്സാബ് യുദ്ധത്തിന്റെ ഈ പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളുമായിട്ട്, അഹ്സാബ് യുദ്ധം ശവ്വാൽ മാസത്തിലാണ്. അതുപോലെ ബനൂ ഖുറൈളക്കാരുമായുള്ള യുദ്ധമാണ് തൊട്ടടുത്ത മാസത്തിൽ. അപ്പോ ഹിജ്റ 5-ാം വർഷം ശവ്വാൽ മാസത്തില് ഉണ്ടായ ഈ അഹ്സാബ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ എല്ലാവിധ ശത്രുക്കളും കൈകോർത്തുകൊണ്ട് ഇസ്ലാമിനെതിരില്, മുസ്ലിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരില് ഒരു വലിയ പടുകൂറ്റൻ സൈന്യവുമായി വന്നുകൊണ്ട് അവരെ തീർത്തു കളയാം എന്ന നിലക്ക്, അതിനവർക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകിയത് ഉഹദിലെ പരാജയമാണ്. ഉഹദിലെ പരാജയം, തുടർന്നുണ്ടായ ചില തിരിച്ചടികള്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായപ്പോ അവരൊക്കെ കൂടി ഇത് നല്ലൊരു അവസരമാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാവരും കൈകോർത്ത് മുസ്ലിങ്ങളെ നശിപ്പിച്ചു കളയാൻ ഉദ്ദേശിച്ച് ലക്ഷ്യമിട്ട് വരികയാണ്. അങ്ങനെ എല്ലാ സഖ്യ കക്ഷികളും, ധാരാളം കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമൂഹത്തിനും എതിരില് രംഗത്ത് വന്ന ഒരു യുദ്ധം എന്നുള്ള നിലക്കാണ് ഇതിനെ അൽ അഹ്സാബ് എന്ന് പറയുന്നത്. വളരെ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിലൂടെ ഉണ്ടായി വരുന്നത്.
ഉഹദിലേറ്റ തിരിച്ചടിയും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ സൃഷ്ടിച്ച അവസ്ഥയ്ക്ക് പൂർണ്ണമായൊരു മാറ്റം ഉണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളെയും തന്ത്രങ്ങള് വളരെ ഫലവത്താവുകയും നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ്സ് ഒക്കെ തന്നെ മറികടന്ന് വളരെ വ്യത്യസ്തമായ ഒരു 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 മെസ്സേജ്, വളരെ വ്യത്യസ്തമായ ഒരു ധാരണ ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു അതിഗംഭീരമായ യുദ്ധമായിരുന്നു അൽ അഹ്സാബ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഞാൻ യുദ്ധം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവേണ്ടതില്ല. ഈ യുദ്ധം നടക്കാനുള്ള ഒരുക്കങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, നടന്നിട്ടില്ല. അത് തന്ത്രപരമായ കരുനീക്കങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഈ അഹ്സാബുമായുള്ള യുദ്ധത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു വശം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. അപ്പൊ ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ചരിത്ര പശ്ചാത്തലം മാത്രമാണ് ഞാൻ നിങ്ങളുമായി ഈ ഘട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിന്റെ പഠനവും അത് പകർന്നു നൽകുന്ന പാഠങ്ങളും നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തില് ഒരു ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കപ്പെട്ട 2-3 കാര്യങ്ങൾ ബാക്കിയുള്ളത് ഞാൻ പെട്ടെന്ന് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോ ഇതില് ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം ഒന്ന് കുഞ്ഞുങ്ങളുടെ മരണം സംഭവിക്കുന്ന സംബന്ധമായിട്ടാണ്. ദൈവം കാരുണ്യവാനാണ് എന്ന പരാമർശം, അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഗുണം ഒക്കെ പരാമർശിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഈ വിലയിരുത്തലോ അല്ലെങ്കിൽ ഈ നിരീക്ഷണമോ വന്നിട്ടുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങള് മരിച്ചു പോകുന്നത് രോഗമായിട്ടോ അപകടമായിട്ടോ കാരണത്താല് ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്നത് ദൈവത്തിന്റെ ക്രൂരതയാണ് എന്ന നിലക്കാണ് ഇയാള് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് മരണത്തെ ആ നിലക്ക് സമീപിക്കുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലില്ല. അള്ളാഹുവാണ് ഓരോരുത്തരുടെയും അജല് നിർണയിച്ചിട്ടുള്ളത്. ഓരോരുത്തരും എപ്പോ ജനിക്കണം എപ്പോ മരിക്കണം എന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നത് ഒരു ഭൂലോക സംഭവമായിട്ട് ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിത വീക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള വൈകല്യം കാരണമായിട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം ഈ ഭൗതിക ലോകത്തുള്ള ജീവിതമാണ് വലിയ ജീവിതം എന്ന ഒരു ധാരണയല്ല ഉള്ളത്. യഥാർത്ഥ ജീവിതം മരണാനന്തരമാണ്. അനന്തമായ ജീവിതമാണ് മനുഷ്യന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് ഈ ഐഹിക ലോകം. ഈ ഐഹിക ലോകത്തെ ജീവിതം ചിലർക്ക് വളരെ നേരത്തെ തന്നെ അള്ളാഹു അവസാനിപ്പിക്കുന്നു, ചിലർക്ക് ദീർഘകാലം നീട്ടിയിട്ട് കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ നിർണയം അള്ളാഹുവിന്റെ അടുക്കലാണ്. അപ്പോ മരിക്കുക എന്നത്, മരണത്തിന് സാഹചര്യം ഒരുങ്ങുക എന്നത്, അത് നേരത്തെ ആവുക എന്നത് ഒന്നും തന്നെ ആരോടും അള്ളാഹു കാണിക്കുന്ന എന്തെങ്കിലും ക്രൂരതയോ നിർദ്ദയത്വമോ ഒന്നുമല്ല. അത് ഈ ദുനിയാവാണ് എല്ലാം എന്ന് തോന്നുന്നവർക്ക് മാത്രമേ അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുകയുള്ളൂ. ഈ ദുനിയാവാണ് എല്ലാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അതല്ല എങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു അജലാണ്. ആര് എപ്പോ ജനിക്കണം, എത്ര കാലം ജീവിക്കണം, എപ്പോ മരിച്ചു പോകണം, മരിച്ചു പോകുന്നത് ഏത് നിലക്കാണ് ആവേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നിർണയിച്ചു വെച്ചതാണ്. അതില് ക്രൂരതയുടെയോ നിർദ്ദയത്വത്തിന്റെയോ ഒരു അംശം പോലും ഇല്ല. അത് അള്ളാഹുവിന്റെ നിർണയം മാത്രമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, കുഞ്ഞുങ്ങൾ മരിച്ചു പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗഭാഗ്യം മാത്രമേ ഏറ്റുവാങ്ങാനുള്ളൂ. പ്രായമെത്തിയ, ബുലൂഗ് എത്തിയ, പ്രായപൂർത്തിയായ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് വിചാരണ പോലും ഉള്ളത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉയർന്ന സ്ഥാനവും പദവിയും ഒക്കെ കിട്ടുന്ന വിധത്തിലുള്ള ഒരു ആഖിബത്താണ് അതിന് ഏറ്റുവാങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള നിർദ്ദയത്വമോ അതുപോലെ ക്രൂരതയോ അടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ സൗഭാഗ്യം കൂടിയാണ്. മാത്രവുമല്ല, ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള്
ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ കാരണമായിട്ട് അവർക്ക് പാരത്രിക ലോകത്ത് വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കാനും പോകുന്നുണ്ട് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു വാല്യത്തിനെ വിലയിരുത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു പിഴവായിട്ട് മാത്രമാണ് ഞാൻ ഈ നിരീക്ഷണത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു കാര്യം, സൽമാൻ റുഷ്ദിക്കെതിരിലുണ്ടായ ഫത്വയെ കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കുന്ന, വലിയ അരാജകത്വം ഉണ്ടാക്കുന്ന വിധത്തില് ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വിശ്രുതരായ ആളുകളെ വികൃതമായി അവതരിപ്പിക്കുകയും എന്നിട്ട് അതിലൂടെ സമൂഹങ്ങൾക്കിടയിൽ വലിയ ഛിദ്രതയും വെറുപ്പും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തില് തന്റെ പാഠവും വിനിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് സൽമാൻ റുഷ്ദി. വസ്തുതയല്ല, എഴുത്ത് എന്ന് പറഞ്ഞാൽ നോവലായാലും ചെറുകഥയായാലും സാഹിത്യത്തിലെ ഏത് രൂപമായാലും അതൊക്കെ ആശയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏത് രചനയിലും മനുഷ്യൻ അതിലൂടെ നന്മ പ്രൊമോട്ട് ചെയ്യും, തിന്മ ഉണ്ടാക്കുകയും ചെയ്യും. ഉദ്ദേശപൂർവം ചരിത്ര പുരുഷൻ ആയ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കരിവാരി തേക്കുകയും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ തറടിച്ചു കാണിക്കുകയും ചെയ്യുന്ന ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ, പച്ച നുണകള് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വത്സിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഒക്കെ രചന നടത്തിയ ആളാണ് ഈ സൈറ്റാനിക് വേഴ്സസിലൂടെ ഈ സൽമാൻ റുഷ്ദി ചെയ്തിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് അദ്ദേഹം ലോകത്തെ തന്നെ ബഹുകോടി ജനങ്ങള് പിന്തുടരുന്ന ഒരു ജീവിത വ്യവസ്ഥയും ദർശനത്തെയും ഈ വിധത്തിൽ അവഹേളിക്കുക എന്ന അതിനികൃഷ്ടമായ ഒരു കാര്യം ചെയ്ത സൽമാൻ റുഷ്ദി യഥാർത്ഥത്തില് ഒരു രാജ്യദ്രോഹി എന്ന് അല്ല പറയേണ്ടത്, ഒരു സമൂഹദ്രോഹിയായിട്ടാണ്. കാരണം ലോകത്തിന്റെ ഒരു രാജ്യത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് രാജ്യങ്ങളിൽ ആയിട്ട് കഴിയുന്ന ഒരുപാട് കോടി മനുഷ്യരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അതുപോലെ ചരിത്രത്തിൽ വിഷം കലക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ഒരു നിലക്കും അത് വളരെ ലളിതമായ രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലക്ക് നോക്കിക്കാണാൻ പറ്റുന്ന കാര്യമല്ല. ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ അപ്പനെ കുറിച്ചാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളതെങ്കിൽ എനിക്ക് ഉറപ്പാണ് അയാള് ഇതിനേക്കാളും വലിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരും അതിനെതിരെ. അത് ഞാന് കാസർഗോഡ് ജോലി ചെയ്തിരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു VS അച്യുതാനന്ദന്റെ അനുയായികളോ ഫാൻസോ ഒക്കെ ആയിട്ടുള്ള ഒരു സംഘം ഓട്ടോറിക്ഷക്കാര് ഒരു ഓട്ടോ സ്റ്റാൻഡ് അത് അവരുടെ ഇതാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാന് അവിടെ VSനെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും അധിക്ഷേപകരമായി വല്ലതും പറഞ്ഞു പോയാല് പിന്നെ ജീവനോട് അവിടുന്ന് തടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ VS ഫാൻസ് ആയ ഒരു സമൂഹമാണ്. അപ്പൊ ഇതുപോലെ പല സ്ഥലങ്ങളും ഇടങ്ങളും ഒക്കെ ഉണ്ട്. അത് കാര്യങ്ങൾ ഇത് സൽമാൻ റുഷ്ദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമോ പശ്ചാത്തലമോ ഉണ്ടായിട്ടല്ല. ഉദ്ദേശപൂർവം അള്ളാഹുവിന്റെ പ്രവാചകനെ അവഹേളിക്കുന്ന വിധത്തില് തെറ്റായ കാര്യങ്ങള്, വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങള് ഉൾപ്പെടുത്തി പുസ്തകരചന നടത്തിയിട്ട് അതിന്റെ പേരില് ഒരു സമൂഹത്തെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പണിയാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അയാള് എന്തുകൊണ്ടും അന്തർദേശീയമായ കോടതി സംവിധാനങ്ങളുടെ ഒരു നടപടി അർഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ അന്തർദേശീയ കോടതികൾ ഇങ്ങനത്തെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലാത്തത് കൊണ്ട് ഇസ്ലാമിക ലോകത്ത് നിന്ന് അതിന് പ്രതികരണം ഉണ്ടായി. അദ്ദേഹത്തിനെതിരില് വധാഹ്വാനം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് രാജ്യദ്രോഹമല്ല, അതിനേക്കാൾ കടുപ്പമുള്ള ഒരു ദ്രോഹമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അത് അയാൾ അർഹിക്കുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം അയാൾ ഉന്നയിച്ചിട്ടുള്ളത് ഇസ്ലാമില് മതം വിട്ടു പോകുന്നവരെ കൊല്ലാനുള്ള നടപടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനോട് പ്രതികരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹത്തിനാണ് ഇസ്ലാം ശിക്ഷ നടപ്പിലാക്കുന്നത്. സൽമാൻ റുഷ്ദി മതം വിട്ടുപോയതിന് അയാൾക്കെതിരിൽ ആരും ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. അതേ സമയത്ത് അയാൾ ഒരു സമൂഹത്തെ
വെല്ലുവിളിച്ചുകൊണ്ട് ഏറ്റവും അക്രമപരമായ ഒരു കാര്യം ചെയ്തപ്പോ തീർച്ചയായിട്ടും അതിനോട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് രാജ്യദ്രോഹം എന്നതിനപ്പുറത്തേക്ക് വരുന്ന ഒരു വലിയ പാതകമാണ് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പേര് ഞാൻ ആകാശത്തിൽ എഴുതി കാണിക്കുകയാണ് വേണ്ടത് ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് എന്നാണ് ഒരു ചോദ്യത്തിനുള്ള പ്രതികരണമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാല് ഒരു ദൃഷ്ടാന്തം വ്യക്തതയുള്ള തെളിമയുള്ളത് കാണിക്കുന്നതിന് പകരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊക്കെ ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നത്. അപ്പൊ അതിനോട് ഞാൻ നടത്തിയ പ്രതികരണത്തിന് പ്രതികരിച്ചുകൊണ്ടാണ് ഈ കാര്യം അദ്ദേഹം പറയുന്നത്. എന്ത് ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് കാണിക്കേണ്ടത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞത് ആകാശത്തില് അള്ളാഹുവിന്റെ പേര് എഴുതി വെച്ചാൽ മതി, ഇസ്ലാം എന്ന് എഴുതി വെച്ചാൽ മതി എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച സംഗതി. ഇസ്ലാം എന്ന ആകാശത്തിൽ എഴുതി വെച്ചാൽ അതാണ് ദൃഷ്ടാന്തം എന്നത് ആയിട്ട് ഈ ചോദ്യം ഉന്നയിച്ച ആള് അംഗീകരിക്കുമോ? ഇനി ലോകത്ത് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമാകുന്ന ഒരു തെളിവ് അത് തന്നെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാം എന്നത് ഇനി എഴുതി വെച്ചത് അറബിയിലാണെങ്കിൽ ഞങ്ങൾക്ക് അറബി അറിയില്ല, അതുകൊണ്ട് അത് വേറൊരു ഭാഷയിലാണ് എഴുതേണ്ടിയിരുന്നത് എന്ന് വേറെ ചിലർ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വേറൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇപ്പൊ മിലിറ്ററി പെർഫോമൻസ് ഒക്കെ ആകാശത്തില് ഈ എയർഫോഴ്സിന്റെ വകയൊക്കെ ഉണ്ടാകുമ്പോ ഇസ്ലാം എന്നല്ല അള്ളാഹു എന്നല്ല ഏത് രൂപത്തിലുള്ള ഒരു ചിത്രവും ആകാശത്തിൽ വരച്ചു കാണിക്കാൻ നമ്മൾക്ക് തന്നെ സാധിക്കുന്നുണ്ട് ഇപ്പൊ. അതൊന്നും ഒരു വലിയ വിസ്മയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. ഇനി അതുപോലെ വേറെ എന്തെങ്കിലും സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു എഴുത്ത് ആകാശത്തിൽ കാണിക്കുക എന്നുള്ളത് മനുഷ്യന് പോലും സാധിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന്റെ ചിന്തയെയോ അല്ല ആലോചനയോ തട്ടിയുണർത്താൻ ഉതകുന്ന ഒരു ദൃഷ്ടാന്തം അതാവുന്നില്ല എന്നതാണ് വസ്തുത. ഇനി എവിടെയെങ്കിലും വല്ല പേരും എഴുതി വെച്ചത് കൊണ്ട് തൃപ്തിയാകുമോ? ഈ ചോദ്യം ഉന്നയിച്ച ആൾക്ക് കാര്യം മനസ്സിലാക്കാൻ അത് മതിയാകുമെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈപ്പത്തിയും ഒന്ന് മലർത്തി പിടിച്ചു നോക്കിയേ. അവിടെ 5 വിരലുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പ് അറബി ഭാഷയില് കൃത്യമായിട്ടും ഒരു വാക്കായിട്ട് വായിക്കാൻ കഴിയും. ആ വാക്ക് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? 5 വിരലുകള് ഒതുക്കി പിടിച്ചാൽ അത് അറബിയില് അള്ളാഹു എന്ന് എഴുതിയതായിട്ട് കൃത്യമായിട്ട് കാണാൻ കഴിയും. 2 കൈയിന്റെവും അങ്ങനെ വായിക്കാൻ കഴിയും, അള്ളാഹു എന്ന് എഴുതിയതായിട്ട്. നിങ്ങൾക്ക് അത് മതിയാവോ? ഇതുപോലെയുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ദൃഷ്ടാന്തമായിട്ട് ചോദിക്കുന്നത്? ഇനി വേറെ ഒന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇടത് കൈയില് അറബിയിൽ 81 എന്ന് എഴുതിയ പോലെയുള്ള ഒരു അടയാളം കൈപ്പത്തിയിൽ കാണാം. വലത് കൈയില് 18 എന്ന് എഴുതി അറബിയിൽ എഴുതിയ പോലെയുള്ള ഒരു അടയാളം കൈപ്പത്തിയിൽ കൈരേഖയുടെ ഭാഗമായിട്ട് കാണാം. ഇത് രണ്ടും ഒന്ന് കൂട്ടി നോക്കിയേ. 81ഉം 18ഉം 99 കിട്ടും. അള്ളാഹുവിന്റെ 99 വ്യത്യസ്തമായ നാമങ്ങളെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് അള്ളാഹുവിന്റെ നാമങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചിലർ അഭിപ്രായം പറയാറുണ്ട്. അങ്ങനെയൊന്നും ഇസ്ലാമിന് വാദമില്ല. എന്തായാലും അങ്ങനെ ഈ 99 എന്നുള്ള വിസ്മയം മതിയോ നിങ്ങൾക്ക് അടയാളമായിട്ട്? നിങ്ങളുടെ സ്വന്തം കൈകളിലുള്ള ഈ അള്ളാഹു എന്ന രൂപത്തിലുള്ള എഴുത്ത് ആകൃതി വിരലുകൾ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് മതിയോ? ഇതൊക്കെ ന്യായങ്ങള് അറേബ്യയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചുകൊണ്ട് അറബികൾ പോലും പലപ്പോഴും ഉന്നയിച്ചിരുന്ന വളരെ അബദ്ധജടിലമായ വാദങ്ങളുടെ ഒക്കെ സ്വഭാവത്തിലുള്ള വാദങ്ങളാണ്. ഇതിൽ എന്ത് വിസ്മയം ഇരിക്കുന്നു, എന്ത് കൗതുകം ഇരിക്കുന്നു ഇങ്ങനെ ഉണ്ടാവുന്നതിന്? നിങ്ങളുടെ വിരലുകളൊന്ന് നോക്കൂ. ഓരോ വിരൽത്തുമ്പിലും അടങ്ങിയിട്ടുള്ള അതിവിസ്മയകരമായ സംഗതി. എത്ര കോടി മനുഷ്യർ ഭൂമുഖത്തുണ്ട്. ഓരോ മനുഷ്യന്റെയും കയ്യിൽ 10-30 ഈ വിരൽ കഷ്ണങ്ങൾ ഉണ്ടാവും. അതിൽ ഓരോന്നിലും ഉള്ള ഡിസൈൻ എത്ര വ്യത്യസ്തമാണ്. ഈ സൃഷ്ടിപ്പില് അടങ്ങിയിട്ടുള്ള ദൈവികത ബോധ്യപ്പെടാൻ ഈ വിരൽത്തുമ്പ് മാത്രം മനുഷ്യന് മതിയാവും. ആ ആയത്തിന്റെ മുന്നില് നിങ്ങൾ ഈ പറയുന്ന അള്ളാഹു എന്ന് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് എഴുതി വെച്ചത് അത് എന്ത് പ്രാധാന്യമുണ്ട് അതിന്? സൂര്യൻ ഉദിച്ചു വരുന്നു, അതിവിടെ അതിവിസ്മയകരമായ പ്രതിഭാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു, ലോകത്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അത് ദൈവിക ദൃഷ്ടാന്താണ്. അതിനോട് തുലനം ചെയ്യുമ്പോ ആകാശത്തില് ഇസ്ലാം എന്ന ഒരു അക്ഷരങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് അതിനേക്കാൾ മികവുള്ളതാവുന്നുണ്ടോ അത്? ഇനി വേറെയും ഒരുപാട് കാര്യങ്ങൾ. ഇത് ഏത് ഭാഷയിൽ എഴുതി വെച്ചാലാണ് അത് ദൃഷ്ടാന്തമായിട്ട് അംഗീകരിക്കപ്പെടുക? സംസ്കൃതത്തിൽ എഴുതേണ്ടി വരുമോ? തമിഴിൽ എഴുതേണ്ടി വരുമോ? ഇതൊക്കെ വളരെ നമ്മള്
യുക്തിയും അതുപോലെ ബുദ്ധിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനൊരു കാര്യം ഉൾക്കൊള്ളാനുള്ള സാധ്യത ഉണ്ടാകുമ്പോ അതിനെ അവഹേളിക്കുന്ന വിധത്തില് നമ്മൾ അതിനെ നിസാരമാക്കി തള്ളാൻ വേണ്ടി കണ്ടെത്തുന്ന മുടന്തൻ ന്യായങ്ങളാണ്. ഈ മുടന്തൻ ന്യായങ്ങള് നിങ്ങൾക്ക് ഒരു പക്ഷേ തൃപ്തികരായിട്ട് തോന്നുന്നുണ്ടാകും. പക്ഷെ അന്തിമ വിലയിരുത്തൽ ഉണ്ടാകുമ്പോ അതിന്റെ ആഖിബത്ത് അങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങള് ഉന്നയിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.